വാഹനാപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിനെ സഹായിക്കാൻ ജനങ്ങൾ കൈകോർക്കുന്നു. മട്ടന്നൂരിലെ ഓർമ്മ മൊബൈൽ ഷോപ്പ് ജീവനക്കാരൻ നീർവേലിയിലെ ടി രാകേഷിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനാണ് സഹായം തേടുന്നത്. രാകേഷിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ 30 ലക്ഷത്തോളം രൂപയാണ് വേണ്ടത്. ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാൻ കുടുംബത്തിന് കഴിയാത്തതുകൊണ്ട് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച ധനശേഖരണം തുടങ്ങി. സരീഷ് പൂമരം ചെയർമാനും ഫർസീൻ മജീദ് വൈസ് ചെയർമാനുമായ കമ്മിറ്റിയാണ് സഹായം തേടുന്നത്. ഈ മാസം 16 രാത്രി രാകേഷ് ബൈക്കിന് പുറകിലിരുന്ന് യാത്ര ചെയ്യുന്നതിനിടെ എതിരെ വന്ന ലോറി ബൈക്കിലിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ രാകേഷ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഐസിയുവിലാണ്. രാകേഷിന്റെ ജീവൻ രക്ഷിക്കാൻ വ്യാപാരികളും വിവിധ സന്നദ്ധ സംഘടനകളും കൂട്ടായ പരിശ്രമത്തിലാണ്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വലിയ പരിചയമുണ്ട്. ആശുപത്രിയിൽ 16-ാം തീയതി എക്സർക്ക് നടത്താമെന്ന് ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ വരെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടിയാണ് ജീവിതം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം വലിയൊരു മാറ്റം അദ്ദേഹത്തിൻ്റെ വെന്റിലേറ്ററും ഒഴിവാക്കി ഐസിയുലാണ് ഇപ്പോൾ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ്. ഒരു സഹോദരിയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിൽ ഈ അപകടത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിക്കിൻ്റെ ഭാഗമായിട്ട് ചികിത്സക്ക് പണം കണ്ടെത്തുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കും. ഉദാരമതികളിൽ നിന്നുള്ള ധനസഹായം വായന്തോട് ജംഗ്ഷനിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മട്ടന്നൂർ ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്ക് അയക്കണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. സരീഷ് പൂമരം, ഫർസീൻ മജീദ്, അമർഷാൻ, നാസർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.